2018 മഹാപ്രളയം. ആ പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന് മാത്യു കുഴൽനാടൻ ഇന്ന് രാവിലെ മീഡിയനെ അഡ്രസ്സ് ചെയ്ത് ഒരു വോയിസ് ക്ലിപ്പ്, ഇപ്പോൾ വൈദ്യുതി മന്ത്രിയായിട്ടിരിക്കുന്ന കൃഷ്ണൻകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് അടക്കം പുറത്തിട്ട് ഒരു പത്രസമ്മേളനം വിളിച്ചു ഈ ഇലക്ഷൻ സമയത്ത്. ഓക്കെ, മറ്റന്നാൾ നമ്മൾ ഇലക്ഷൻ ബൂത്തിൽ പോകാനുള്ളപ്പോൾ മാത്യു കുഴൽനാട് ഇന്ന് ഈ ബോംബ് പൊട്ടിക്കുകയാണ്. ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് മീഡിയ കാര്യമായിട്ട് ഏറ്റെടുക്കുന്നില്ല? മാത്യു കുഴൽനാടൻ ഇതിനു മുമ്പും എക്സ്പോസിങ് പിണറായി വിജയൻ A to Z എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ഒരുപാട് ആരോപണങ്ങൾ പല വിഷയങ്ങളിലായിട്ട് ഈ സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും ഉന്നയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് മാത്യു കുഴൽനാടൻ. ചില കാര്യങ്ങളിലൊക്കെ പിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൂഫുകൾ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അലിഗേഷൻസ് ആയിട്ട് തള്ളിപ്പോയിട്ടുണ്ട്. ബട്ട് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്ന ഓരോ ചോദ്യങ്ങളും റെലവൻ്റ് ആണ്. ആ ചോദ്യങ്ങൾക്ക് ഇതുവരെ സാരമായിട്ടുള്ളൊരു മറുപടി കൊടുക്കാൻ ഭരിക്കുന്ന പാർട്ടിയെ കൊണ്ടോ പിണറായി വിജയനെ കൊണ്ടോ സാധിച്ചിട്ടുള്ള എന്നുള്ളതൊരു ഫാക്റ്റും ഉണ്ട്. അപ്പം കരിമണൽ ലോബിക്ക് വേണ്ടി അവർക്ക് വേണ്ടി കേരളത്തിലെ 2018 മഹാപ്രളയം, അതിൽ ഈ പറഞ്ഞ ഡാമുകളാണല്ലോ ഏറ്റവും വലിയൊരു പാർട്ട് ഇതിൽ വഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ, ഇപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, 2018 ഫ്ലഡിൽ ഇത്രയും ഒരു കെയോസ് സിറ്റുവേഷൻ ഉണ്ടാവാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഡാമിൻ്റെ മാനേജ്മെൻറ്റ് ഫെയിലിയർ ആണെന്നുള്ളത്. അപ്പം ആ മാനേജ്മെൻറ്റ് ഫെയിലിയർ അറിഞ്ഞുകൊണ്ട് മന്ത്രിമാർ കരിമണൽ ലോബിക്കും തമിഴ്നാട് ലോബിക്കും വേണ്ടി കേരളത്തിൽ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി എന്നുള്ളിടത്താണ് ഈ പ്രളയം മനുഷ്യനിർമ്മിതമോ എന്നുള്ളൊരു ചോദ്യം റെലവൻ്റ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ മാത്യു കുഴൽനാടൻ്റെ വീഡിയോ 1 by 1 ആയിട്ട് പ്ലേ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണക്റ്റ് ആവുന്ന രീതിയിലുള്ള കുറച്ച് എനിക്ക് കിട്ടിയ സോഴ്സുകൾ വെച്ചിട്ടുള്ള കുറച്ച് പ്രൂഫുകളും ഞാൻ വെച്ച് തരാം. നമുക്കറിയാം, കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയ പ്രകൃതി ദുരന്തമായിരുന്നു പ്രളയം എന്ന് പറയുന്നു. ആ പ്രളയത്തെ സംബന്ധിച്ച് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും ദൈവം നമ്മളെ ശിക്ഷിച്ചതാണ്, നമുക്ക് ഏറ്റ അടിയാണ് എന്ന നിലയിലാണ് നമ്മളതിനെ കണ്ടിട്ടുള്ളതും നമ്മളതിനെ ഉൾക്കൊണ്ടിട്ടുള്ളതും. എന്നാൽ ഈ പ്രളയം അതിൻ്റെ ഇടയിൽ 1-2 വട്ടം ഒക്കെ ചില കാര്യങ്ങളൊക്കെ വന്നു പോയെങ്കിലും ആരും അതിൻ്റെ ആഴത്തിലേക്ക് സഞ്ചരിച്ചില്ല. കോടതികൾ പോലും അതിൻ്റെ ആഴത്തിലേക്ക് പോകാൻ തയ്യാറായില്ല. പക്ഷേ നമ്മളത് പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഒരു മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണെന്ന് അവിടെ ഇവിടെയും പറഞ്ഞിരുന്നു. മാൻമെയ്ഡ് ഡിസാസ്റ്റർ ശരിയാണ്, നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട്. എല്ലാ ഡാമുകളും ഒന്നിച്ച് തുറന്നു വിട്ട ഒരു പ്രശ്നമുണ്ടായി, അതുകൊണ്ടാണ് പ്രളയം ഇത്രയും ഉണ്ടായത് എന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ ഒരു പൊതു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, ഒരു ഗവൺമെൻറ് സംവിധാനം അവരെന്തെങ്കിലും ഒരു ഇന്നെഫിഷ്യൻസി കാണിച്ചാൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഒരു കൈപ്പിഴ വന്നാൽ അത് ഫൊർഗീവ് ചെയ്യാവുന്നതാണ്, അത് പറ്റിപ്പോയതല്ലേ എന്നതാണ് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മാനസികാവസ്ഥയും ഈവൻ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കോടതികളുടെ മാനസികാവസ്ഥയും. അവിടെ നമ്മളെല്ലാം മൂടുകയാണ്, അവിടെ എല്ലാം അവസാനിക്കുകയാണ്. പ്രളയം വന്നതിൽ, പ്രളയം മാനേജ് ചെയ്തതിലോ ഡാം മാനേജ്മെൻറ്റ് നടത്തിയതിലോ ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടായി എന്ന് ആരെങ്കിലും പറയും, ചെറിയ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറയും. പക്ഷേ എങ്ങനെ ആ പ്രശ്നങ്ങളുണ്ടായി, എന്തുകൊണ്ട് ആ പ്രശ്നങ്ങളുണ്ടായി എന്ന് പരിശോധിച്ചാൽ കേരളത്തെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമെന്ന് പറയുന്നത് പിണറായി സർക്കാരിൻ്റെ അധികാരത്തിലിരുന്നവരുടെയും കോടികളോടുള്ള മോഹവും അതിമോഹവും ആണ് നമ്മളെ ഈ നിലയിൽ തകർത്ത് തരിപ്പണമാക്കിയത്. മാത്യു കുഴൽനാടൻ ഇപ്പം പറയുന്ന കാര്യങ്ങൾ തെളിവോടുകൂടി പുറത്തു കൊണ്ടുവന്ന് കോടതിയടക്കം കൺവിൻസ് ചെയ്ത് പൊതുജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശേഷം പാടുള്ള പണിയാണ്. ഈ 10 വർഷം പിണറായി ഗവൺമെൻറ് ഭരിച്ചിരുന്ന 10 വർഷം നമ്മൾ എടുത്തു കേട്ടൊരു കാര്യമാണ്. മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഒക്കെ പറഞ്ഞൊരു കാര്യമാണ് സിസ്റ്റം ഫെയിലിയർ. ഈ സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒരു സീൻ എന്താ പറയുക, ഇപ്പം ഞാനും ഇത് എടുത്തെടുത്ത് പറയാനുണ്ട്. സിസ്റ്റം ഫെയിലിയർ, ഈ സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളും ഗവൺമെൻറ് സിസ്റ്റത്തിൻ്റെയും തലയിൽ പോകും. അതിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ തലയിലേക്കോ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൈവശം വെച്ചിരിക്കുന്ന മിനിസ്റ്ററിൻ്റെ അടുത്തേക്കോ ഈ സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞ വേർഡ് പോവാത്തിടത്തോളം കാലം സിസ്റ്റം ഫെയിലിയർ ഒരു മന്ത്രി വിചാരിച്ചാലോ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ വിചാരിച്ചാലോ നടത്താൻ പറ്റുന്ന കാര്യമാണ്. അങ്ങനെ ഒരു സിസ്റ്റം ഫെയിലിയർ നടന്നു കഴിഞ്ഞാൽ
പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ പൊതുജനം കേൾക്കുമ്പോൾ എന്താ, ഇറ്റ്സ് ജസ്റ്റ് എ സിസ്റ്റം ഫെയിലിയർ, മൊത്തം സിസ്റ്റം ഫെയിലിയറാണ്. പക്ഷെ അത് ഫെയിലാക്കിയതാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. അവിടെയാണ് മാത്യു കുഴൽനാടൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ഈ വിഷയത്തിൽ നമ്മൾ കുറച്ചൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. 2018 പ്രളയം, ആസ് മാത്യു സെഡ്, നമ്മളൊക്കെ പറയാറുണ്ട് ഡാമുകൾ ഒന്നിച്ച് തുറന്നു വിട്ടു. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല എന്ത് റീസൺ ആയിരിക്കാം ഡാമുകൾ ഒന്നിച്ച് തുറന്നു വിടാൻ ഉള്ള ആ ഒരു കാരണമുണ്ടല്ലോ. ഇപ്പോൾ കാച്ച്മെൻറ്റ് ഏരിയയിലേക്ക് വെള്ളം വരുമ്പോൾ, ഡാമുകളിലേക്ക് വെള്ളം വരുമ്പോൾ, റിസർവോയറിലേക്ക് വെള്ളം വരുമ്പോൾ അതിന് ഉൾക്കൊള്ളാവുന്ന കപ്പാസിറ്റിയുടെയും മുകളിലേക്ക് പോകുന്നു, മഴ വരാൻ നിൽക്കുന്നു. ഇപ്പോൾ ഇവിടെ കുറേ സിസ്റ്റം ഉണ്ട്. ഇവിടെ ക്ലൈമറ്റ് പഠിക്കാനും മഴ വരുമോ വരില്ലേ എന്ന് പറയാനൊക്കെ ഇവിടെ വെതർ കൺട്രോൾ ബോർഡും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ വിഷയങ്ങളിൽ എന്ത് ചെയ്യണം, ഇവർ ഓൾറെഡി അതിലാണ് ഫോക്കസ് ചെയ്യേണ്ടതും. അവരെ എന്താ പറയുക, എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ, എക്സ്പെർട്ടീസ് മൊത്തം അവിടെയാണ് ആ ഒരു ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്. പക്ഷെ വെരി അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ സംഭവിച്ചത് എന്താ, മഴ വന്ന് ഒറ്റയടിക്കിട്ട് മഴ തുരുതുരാ പെയ്തു. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ഡാമുകളിലൊക്കെ ഒരു പീക്ക് കപ്പാസിറ്റിയിൽ റിസർവോയറിൽ അവരുടെ വെള്ളമുണ്ട്. പെട്ടെന്ന് മഴയും കൂടി ആയപ്പോഴത്തേക്ക് ആകെ മൊത്തം ഡാമുകൾ നിറഞ്ഞു, ഡാം തുറന്നു വിട്ടു. സിമ്പിൾ സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞ വാക്കിലേക്ക് ഈ സാധനം പെട്ടെന്ന് കൊണ്ടുപോയിടാം. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ റിസർവോയറുകൾ ഇത്രയും വെള്ളത്തിൽ പീക്ക് കപ്പാസിറ്റിയിൽ ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്? മഴ വരുമെന്നുള്ളൊരു പ്രഡിക്ഷൻ ഉണ്ടായിട്ടും, ഹെവി റെയിൻഫോൾ ഉണ്ടാവും എന്നുള്ള പ്രഡിക്ഷൻ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇത് ഒഴുക്കി വിട്ടില്ല? ആ ചോദ്യങ്ങളിലേക്കൊന്നും ആരും പോയില്ല. എല്ലാവരും ഡാം മാനേജ്മെൻറ്റ് ഫെയിലിയറാണ്, സഡൻ ഡിസ്ചാർജ് സംഭവിച്ചു ഡാമിൽ നിന്ന്. ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. 2019 അമിക്കസ് ക്യൂറി ജേക്കബ് പി അലക്സ്, ഓക്കെ, കേരള ഹൈക്കോടതി അപ്പോയിൻ്റ് ചെയ്ത അമിക്കസ് ക്യൂറിയാണ് ജേക്കബ് പി അലക്സ്. ജേക്കബ് പി അലക്സ് 2018 ഫ്ലഡ് ഇത്രത്തോളം വേസ്റ്റ് ആവാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡാം മാനേജ്മെൻ്റ് ആണ് വിഷയം. ഡാം മാനേജ്മെൻറ്റ് കേരളത്തിലെ 79 ഡാമുകൾ, ഓക്കെ, ഫ്ലഡ് കൺട്രോളിനോ അല്ലെങ്കിൽ ഒരു സഡനായിട്ടുണ്ടാകുന്ന ഇങ്ങനത്തെ ഒരു ഡിസാസ്റ്ററോ, അതും എസ്പെഷ്യലി ഫ്ലഡ് കൺട്രോളിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഹൈ റെയിൻഫോളിൻ്റെ എന്തെങ്കിലും ഈ രീതിയിൽ വരുന്ന എമർജൻസീസ് മൊത്തത്തിൽ ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയിലല്ല. ഒക്കെ ഇങ്ങനെ വെള്ളം സംഭരണം ഉണ്ടാക്കുക, അതിന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക, ഈ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഫ്ലഡ് എന്നുള്ളൊരു സംഗതി മുന്നിൽ കാണാതെ, അതിൻ്റെ ഒരു രീതികളും അഡാപ്റ്റ് ചെയ്യാതെ, ഫ്ലഡ് വെച്ച് നോക്കുമ്പോൾ അൺസയൻറ്റിഫിക് ആയിട്ട് ജസ്റ്റ് വൈദ്യുതി ഉൽപ്പാദനം മാത്രമായിട്ട് മുന്നോട്ട് കണ്ടുണ്ടാക്കുന്ന ഡാമുകളായതുകൊണ്ട് അവിടെ ഡാം മാനേജ്മെൻറ്റ് ഫെയിലിയർ നടന്നു. ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് കൊടുത്തു പോകുമ്പോൾ, അങ്ങനത്തെ ഒരു റിപ്പോർട്ടിൻ്റെ ഡീപ്പ് ഇൻസൈഡാണ് മാത്യു കുഴൽനാടൻ ഇന്ന് പറഞ്ഞതും ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങളുള്ളത്. ഓക്കെ, ഡാം തുറക്കാതിരിക്കാം, ഡാം തുറപ്പിക്കാതിരിക്കാം. റിസർവോയറിൻ്റെ ഷട്ടർ വെള്ളം കൂടുതൽ വരുമ്പോൾ തുറക്കണം, ഒഴുക്കി വിടണം, വേണം ഇല്ലേ? പക്ഷേ അതിൻ്റെ ഏറ്റവും പീക്ക് കപ്പാസിറ്റി പോയി നാട്ടുകാരെ ആരെയും അറിയിക്കാതെ പെട്ടെന്ന് ഒരു ദിവസമാണ് തുറന്നു വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവർക്ക് അപ്പോൾ അവിടെ വേറെ എന്തോ ഗൂഢമായ തീരുമാനമുണ്ട്. അത് ആർക്ക് എന്തിന്? അതാണ് ഇനിയുള്ള വോയിസും ഇനി ഇതിൽ പറയാൻ പോകുന്ന പേരുകളും നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങളും. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ ആദ്യമേ 2-3 ആൾക്കാരെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. മാത്യു കുഴൽനാടൻ ഇന്ന് പുറത്തുവിട്ട ഒരു വോയിസ് കൃഷ്ണൻകുട്ടിയിലാണ്. കൃഷ്ണൻകുട്ടി കറൻ്റ്ലി വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. കൃഷ്ണൻകുട്ടി ഇത് എപ്പോൾ പറഞ്ഞു, ആരോട് പറഞ്ഞു, ഏത് ടൈമിൽ പറഞ്ഞു, ഏത് സിറ്റുവേഷനിൽ പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് മാത്യു കുഴൽനാടൻ ഒന്നും പറയുന്നില്ല. കൃഷ്ണൻകുട്ടി റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് തിരിച്ചൊരു എക്സ്പ്ലനേഷൻ, ഒരു ആൻസർ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പം ആ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് ജനതാദൾ പാർട്ടിയിലുള്ള ഏതോ മുതിർന്ന ലീഡറോട് തന്നെ സംസാരിച്ചു എന്നാണ് കൃഷ്ണൻകുട്ടി, അതാണ് മാത്യു കുഴൽനാടൻ പറയുന്നത്. ആൻഡ് കൃഷ്ണൻകുട്ടി ഇവിടെ റെഫർ ചെയ്യുന്നത് ആരെക്കുറിച്ച് അറിയും? ജനതാദൾ പാർട്ടിയിൽ തന്നെ ഇപ്പോഴും ഉള്ള, ഇപ്പോൾ കറൻ്റ് എലക്ഷൻസ് നേരിടുന്ന MLA കാൻഡിഡേറ്റായ മാത്യു ടി തോമസിനെ കുറിച്ച്. മാത്യു ടി തോമസ് ആണ് 2018 കേരളത്തിൻ്റെ നമ്മുടെ വാട്ടർ റിസോഴ്സ് മിനിസ്റ്റർ. 2018 വാട്ടർ റിസോഴ്സ് മിനിസ്റ്ററെ കുറിച്ച് 2025-26 ഇപ്പോൾ കറൻ്റ്ലി ഓടിക്കൊണ്ടിരിക്കുന്ന പിണറായി ഗവൺമെൻറ്റിലെ വൈദ്യുതി മന്ത്രി, സെയിം പാർട്ടി, ജനതാദൾ പാർട്ടിയിലുള്ള മന്ത്രി തന്നെ മാത്യു ടി തോമസ് അന്ന് പ്രളയത്തിൻ്റെ സമയത്ത് ഈ പറഞ്ഞ കരിമണൽ ടീമിന് വേണ്ടിയും തമിഴ്നാട് ലോബിക്ക് വേണ്ടിയും കാശ് മേടിച്ച്, പുണ്യാളനല്ല അയാൾ മനഃപൂർവ്വം വരുത്തി വെച്ചതാണ് കേരളത്തിലെ പ്രളയം എന്നൊരു മുൻ മന്ത്രിയെക്കുറിച്ച്
പറയുന്നുണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തണം. കാരണം നാട്ടുകാർ നമ്മൾ ഒരുപാട് അനുഭവിച്ചാണ്. ഇതിൻ്റെ പേരിൽ കുറേ പിരിവും കാര്യങ്ങളും നടന്നു, കുറേ ആൾക്കാരെ കിടപ്പാടം പോയി, കുറേ ആൾക്കാരെ ജീവനും പോയി, എന്തൊക്കെ വിഷയങ്ങൾ നടന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മാത്യു കുഴൽനാടൻ പുറത്ത് വിട്ട വോയിസ് കേൾക്ക്. ഇന്ന് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ക്യാബിനറ്റിലെ മന്ത്രിയായിരിക്കുന്ന ജലസേന വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആ മന്ത്രിയുടെ ഒരു പഴയകാല അദ്ദേഹത്തിൻ്റെ ഒരു കോൺവെർസേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ക്ലാരിറ്റിയോടുകൂടി അദ്ദേഹം പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതൊന്ന് പറയാം. അപ്പൊ അത് നോക്കിയിട്ട് ഇപ്പോ ഇവന്റെ അഴിമതിയാണെങ്കിൽ ഇവൻ അങ്ങനെ പുണ്യവാളിലൊന്നും വേണ്ട. എന്താ വെച്ചാല് ശ്രദ്ധിച്ച് കേട്ടോ, എന്നാലേ മനസ്സിലാവുള്ളൂ. തോട്ടപ്പള്ളി സ്പിൽവേ ഇവൻ എന്താ തുറക്കാതിരുന്നു? 1 മാസം മുമ്പ് തുറക്കേണ്ടതാണ്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തുറക്കണമെന്ന് ആവശ്യപ്പെട്ടും തുറക്കണ്ട പറഞ്ഞു. എന്താ കാരണം അറിയോ? അത് തുറന്നാൽ അതിന്റെ താഴെയുള്ള മണൽത്തിട്ടുണ്ട്, ആ മണൽത്തിട്ട് വെള്ളം കൊണ്ടുപോകും. ആ മണൽത്തിട്ടിന്റെ കരാർ എടുത്തിരിക്കുന്നത് മേരി മാതാവ് പറഞ്ഞ കോൺട്രാക്ടറാണ്. അവന് കൊടുത്തിരിക്കുന്നത് വെറും ക്യൂബിക് ഫീറ്റിന് 62 റുപ്പിക്കാണ്. അത് അവന് മറിച്ച് വിറ്റ അപ്പൊ 2000 റുപ്യ കിട്ടും. അവിടെ ഒന്നും ചെയ്യാണ്ട് അതിന് എത്ര റുപ്യ കിട്ടും? എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി എങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. അതാണ് നിന്റെ ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു. അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. 2018 വാട്ടർ റിസോഴ്സ് മിനിസ്റ്റർ 300 കോടി രൂപയുടെ സ്കാം തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ തുറക്കാൻ വൈകിച്ചത് അവിടെയുള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. മേരി മാതാ എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട്. അതായത് അത് തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുന്നിലൊരു മണൽത്തിട്ട ഉണ്ട്. ആ മണൽത്തിട്ട കരിമണൽ പിന്നെ അങ്ങനെ കുറേ മിനറൽസ് പരിപാടികളൊക്കെ ഇവർക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരു ഐറ്റമാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇതിനിടയിൽ ഒരു വട്ടം സഭയിൽ മാത്യു കുഴൽനാടൻ, ഇഫ് ഐ എം നോട്ട് റോങ്, സജി ചെറിയാനോടാണ് തോന്നുന്നു, ഇതേപോലെ ഈ സ്പിൽവേൻ്റെ കാര്യം എന്തിനാണ് അനധികൃതമായിട്ട് അതിൻ്റെ മുന്നിലുള്ള മണൽത്തിട്ട പൊളിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. പക്ഷേ ആ വീഡിയോ ക്ലിപ്പ് എനിക്ക് കിട്ടിയില്ല. ആ വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലില്ല. നിങ്ങൾ ആരെങ്കിലും ആ ഒരു സഭയിൽ മാത്യു കുഴൽനാടൻ ഇത് ചോദിച്ചത് കണ്ടതായിട്ട് നിങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടണം. സജി ചെറിയാനോട് അന്ന് വളരെ വ്യക്തമായിട്ട് അന്ന് സഭയിൽ നീച്ചു നിന്ന് മാത്യു കുഴൽനാടൻ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് ഈ പറഞ്ഞ സ്പിൽവേയുടെ മുന്നിലുള്ള മണൽത്തിട്ട, തോട്ടപ്പള്ളി സ്പിൽവേയുള്ള മണൽത്തിട്ട നിങ്ങൾ എന്തിനാണ് അനധികൃതമായിട്ട് അവിടുന്ന് മൊത്തം എടുത്തുകൊണ്ട് പോണത് എന്നുള്ളൊരു ചോദ്യം ഈ അടുത്ത് 2025 സഭയിൽ ചോദിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പം എനിക്കത് കണക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് എന്തറിയോ? കരിമണൽ ടീമിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇപ്പോൾ പെട്ടെന്നൊരു പ്രളയം വരുന്നു, പെട്ടെന്ന് ഇപ്പോൾ സ്പിൽവേ ഷട്ടറുകൾ തുറക്കണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ടീമിന് കോൺട്രാക്റ്റ് ഉണ്ട് കയ്യിൽ, അവർക്ക് മാക്സിമം സമയം കൊടുത്താൽ അവർ മാക്സിമം അവിടുന്ന് ലോഡ് എടുത്ത് കൊണ്ടുപോകുമല്ലോ, കൊണ്ടുപോയതിന് ശേഷം തുറന്നാൽ മതിയല്ലോ എന്നുള്ള നിലയ്ക്ക് മന്ത്രി തന്നെ എന്ത് ചെയ്യാണ്? ഈ കരിമണൽ അടിച്ചുകൊണ്ട് പോണ പരിപാടിക്ക് കൂട്ടി നിൽക്കുകയാണ് നാട്ടുകാർ. എന്നിട്ട് ലാസ്റ്റ് ആ സ്പിൽവേ തുറന്നു കഴിയുമ്പോൾ എന്താ? കുട്ടനാട് മൊത്തം വെള്ളത്തിൽ. അപ്പോൾ ഇത് മാൻമെയ്ഡ് ആണോന്ന് ചോദിച്ചാലല്ലേ? ഓക്കെ, മഴ പെയ്തു, ഒരളവിൽ കൂടുതൽ പെയ്തു, പ്രളയം വന്നു, ഓക്കെ, ഇന്നവിറ്റബിളാണ്, പ്രളയം വന്നു. പക്ഷേ പ്രളയം വന്നതിൻ്റെ കൂട്ടത്തിൽ അതിന് ഒന്നും കൂടി മോശമാക്കാൻ, വേസ്റ്റാക്കാൻ ഇവരുടെ ഇതുപോലുള്ള സ്കാം പരിപാടികൾ, തട്ടിപ്പ് പരിപാടികൾ, മന്ത്രിയായിട്ട് ഇരുന്നുകൊണ്ട് നാട്ടുകാർക്ക് ഉപകാരം വരേണ്ട സ്ഥലത്ത് ഉപദ്രവം വരിക, എന്നിട്ട് അതിന് കാശടിച്ച് മാറ്റുക, ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നത് ഒരു മന്ത്രി തന്നെയാണ്. മുൻ മന്ത്രിയുടെ പറയുന്നത്, ഇങ്ങനത്തെ സ്കാം പരിപാടികൾ പുറത്തു പറയുന്നത്. ഇത് ഇവിടുത്തെ മീഡിയ ചർച്ച ചെയ്യേണ്ട വിഷയമല്ലേ? ഇനിയുണ്ട്, ഇനി അടുത്തത് കേട്ടോ. ഒന്ന്. രണ്ടാമത്തത്, ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും വേണ്ട. അവിടെ മണിയാറ് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട് അവിടെ പമ്പയുടെ മുകളിൽ. അത് ഇറിഗേഷന്റെ പ്രോജക്റ്റാണ്. അതിന്റെ മുകളിൽ 2 ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ കറണ്ട് എടുക്കുന്നത് പ്രൈവറ്റ് കമ്പനിയാണ്, കാർബൺ ഒന്ന്, വേറെ 2 സ്വകാര്യ തമിഴന്മാരുമാണ് എടുക്കുന്നത്. ഈ മണിയാറ് വെള്ളം നിറയ്ക്കലേ ഇല്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുകയാണ്. ഇപ്രാവശ്യം എന്ത് വെച്ചാൽ
ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചപ്പോ അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടർ ഇട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ, ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു, അത് വലിക്കാൻ പറ്റണ്ടായി. അപ്പോ അവരെത്ര ലാഭം കിട്ടി? ഇതിന്റെ വെള്ളം തുറക്കണ്ടയോ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ് ജോഷി കണ്ണി MP. ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി റുപ്യാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. ഇത് അടിയിലെ സ്ലൂയിസ് തുറന്നുകൊണ്ടാണ് ചെളി കയറിയത്. അല്ലെങ്കിൽ സ്ലൂയിസ് തുറക്കാറില്ല, അങ്ങനെ നശിപ്പിച്ചു ഇവരെ. അത് കാർപ്പറേറ്റ് നിന്ന് കാശാർക്ക് കിട്ടി. മൂന്നാമത്തെ കേസ് കിട്ടിയ പറമ്പിക്കുളം തൂണക്കടവ് ഷോളയാറ് ഇതൊക്കെ നമ്മളാണ് ഇറിഗേഷന്റെ ഇപ്രാവശ്യത്തെ ചെയർമാൻ. ഒരു കൊല്ലം നമ്മളും ഒരു കൊല്ലം അവരുമാണ്. തമിഴ്നാട് ഒരു കൊല്ലം നമ്മൾ ഒരു കൊല്ലം. ഇക്കൊല്ലം നമ്മളാണ്, ജോഷിയാണ് ചെയർമാൻ. വെള്ളം എപ്പോ തുറക്കണ്ട തീരുമാനിക്കേണ്ടത് ജോഷിയാണ്. അപ്പൊ ആ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകാതെ ആ വെള്ളം മുഴുവൻ കേരളത്തിലേക്ക് തുറന്നു വിടാൻ ഇവൻ കൂട്ടുനിന്നു. എന്താ വെച്ചാൽ ശ്രദ്ധിച്ചോ 1400 ക്യൂസെക്സ് വെള്ളം കൊണ്ടുപോകാൻ കൊണ്ടൂർ കനാലിൽ കൂടെ തമിഴ്നാട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. 800 കൊണ്ടുപോയുള്ളൂ. 35 മെഗാവാട്ട് അവിടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കേണ്ട അവിടെ 20 മെഗാവാട്ടേ ഉൽപ്പാദിപ്പിച്ചു. എന്താ കാരണം? അവിടെ 100-200 കോടി റുപ്യയുടെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ തമിഴ്നാട്ടിൽ. ഈ വെള്ളം പോയാൽ ആ വർക്കിനെ മുഴുവൻ വയ്ക്കാൻ ആ കരാറുകാരനാണ് ഇവര് വന്ന് കണ്ടത്. ആ കരാറുകാരൻ ജോഷിനെ കണ്ട് ഇവർക്ക് ഒരു വീതം കൊടുത്തപ്പോ ആ വെള്ളത്തിന് എന്ത് ചെയ്തു? പെരിങ്ങൽകുത്തിലേക്ക് തുറന്നു വിട്ടു. ചാലക്കുടി പുഴപ്പം അങ്ങനെയാണ് ചാലക്കുടി പുഴ മുഴുവൻ പോയത്. മനസ്സിലായില്ലേ? പുണ്യവാളൻ കാശ് ഞാൻ വലിയ ആദർശവാനാണ് പറയണ്ടല്ലോ. ഇത് എത്ര കോടി റുപ്യ ഉണ്ടാക്കിണ്ടാവും? ഇതാണ് പരിശുദ്ധനായ ആളുടെ കഥ. ഇതാണ് കഥ. ഇത് നിങ്ങള് നിന്റെ കമ്മിറ്റി വന്നാ പറയാൻ പറ. ഇനി അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. കമ്മിറ്റി ഇപ്പൊ നാനൂറ്റം പറഞ്ഞല്ലേ വിളിക്കുള്ളൂ. ഇതാണ് ഇപ്പത്തെ വൈദ്യുതി മന്ത്രി മുൻ വാട്ടർ റിസോഴ്സ് മന്ത്രിനെ കുറിച്ച് പറയുന്ന അലിഗേഷൻസ്. ഇനി ഈ വോയിസിൻ്റെ ക്രെഡിബിലിറ്റി പലരും ചോദിച്ചു വരും. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. അഗെയിൻ ഞാൻ പറയുന്നു, ഈ വോയിസിൻ്റെ ക്രെഡിബിലിറ്റി മേ ബി മാത്യു കുഴൽനാടൻ ഇപ്പോൾ പുറത്ത് വിടാത്തത് പറയുന്ന ചില്ലറ കാര്യമല്ലല്ലോ. ഇത്രയും നാട് മൊത്തം 2018 മഹാപ്രളയം സഫർ ചെയ്യുന്ന സമയത്ത് അതിൽ സ്കാം നടത്തി പൈസ തട്ടി എന്ന് പറയുന്നു അന്നത്തെ വാട്ടർ റിസോഴ്സ് മന്ത്രി. അതിനുശേഷവും പല പ്രൊജക്റ്റുകളിലും ഇതേപോലെ തമിഴ്നാട് ലോബീൻ്റെ കയ്യിൽ നിന്നും പ്രൈവറ്റായിട്ട് ഇലക്ട്രിസിറ്റി നിർമ്മാണം നടത്തുന്ന കമ്പനികളുടെ കയ്യിൽ നിന്നും കരിമണൽ ടീമിൻ്റെ കയ്യിൽ നിന്നും പൈസ തട്ടി എന്ന് പറയുന്നു. അതിൻ്റെ പ്ലാനിങ് പ്ലോട്ടിങ് നടത്തി എന്ന് പറയുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല മാത്യു കുഴൽനാടനെ പോലെയുള്ള ഒരു പൊളിറ്റീഷ്യൻ ആൻഡ് അഡ്വക്കേറ്റ് ഒരു തെളിവും ഇല്ലാതെ ചുമ്മാ വന്നിട്ട് ഒരു ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ എടുത്ത് പുറത്തു വിടുമോ? ആൻഡ് ആ ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ക്രിയേറ്റഡ് ആയിട്ടുള്ള ഓഡിയോ ആണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് പേഴ്സണലി ഇതൊരു ക്രിയേറ്റഡ് ആയിട്ടുള്ള ഓഡിയോ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. പക്ഷേ മേ ബി ഈ ഒരു കോളിൻ്റെ ആരെ വിളിച്ചു, എപ്പോൾ വിളിച്ചു, ഏത് ഡേറ്റിന് വിളിച്ചു, ഏത് സാഹചര്യത്തിൽ കൃഷ്ണൻകുട്ടി ഇത് പറഞ്ഞു എന്നുള്ളത് പുറത്ത് വിടാത്തത് അത് മാത്യു കുഴൽനാടൻ്റെ ഒരു തരം ഗെയിമായിരിക്കും. കാരണം കൃഷ്ണൻകുട്ടി ഇനി ഇതിൽ വന്നിട്ട് ഇത് എൻ്റെതല്ല, ഇത് ആണ്, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ആ ക്ലിപ്പ് ഞാനിവിടെ വയ്ക്കാം. അങ്ങനെ പറയുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഇതിൻ്റെ പുറത്ത് വിടേണ്ട ഒരവസ്ഥയിലേക്ക് മാത്യു കുഴൽനാടൻ എത്തും. അപ്പം പുറത്ത് വിടാം. അപ്പം ജനങ്ങൾ ആദ്യം അറിയട്ടെ ഇയാളുടെ റിപ്ലൈ എന്ത് എന്നുള്ള നിലയ്ക്ക് മേ ബി ഇതിൻ്റെ ഡീറ്റെയിലുകൾ കൂടുതലായിട്ട് പത്രമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാത്യു കുഴൽനാടൻ അപ്പം പറയാതെ പോയതായിരിക്കണം. എന്താണെങ്കിലും ഇതിലൊരു റിപ്ലൈ വന്നിട്ടുണ്ട്. ഈ റിപ്ലൈ രണ്ടു ഭാഗത്തുനിന്നും വരണമല്ലോ. ഒന്ന് മാത്യു ടി തോമസ് 2018 അല്ലെങ്കിൽ അതിന് ശേഷം അയാൾക്കെതിരെ ഇപ്പോഴത്തെ മന്ത്രി കൃഷ്ണൻകുട്ടി പറഞ്ഞ ആരോപണങ്ങളിൽ അയാളൊരു റിപ്ലൈ കൊടുക്കണം. അയാളെ റിപ്ലൈ വന്നിട്ടുണ്ട്. പിന്നെ കൃഷ്ണൻകുട്ടിയുടെ റിപ്ലൈ വന്നിട്ടുണ്ട്. കൃഷ്ണൻകുട്ടിയുടെ റിപ്ലൈ പിന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എല്ലാം ആണ്. ഇപ്പോൾ പിന്നെ എല്ലാം കൂടി കൊണ്ട് എൻ്റെ തലയിലിട്ട് കഴിഞ്ഞാൽ തീരേണ്ട വിഷയമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാണ് മൂപ്പര് വന്നിരുന്ന് സംസാരിക്കുന്നത്. ഇല്ല, ഇത് അസംബ്ലിയിലൊക്കെ ചർച്ച ചെയ്ത് നടന്നതാണ്. അന്ന് മാത്യു കുഴൽനാടൻ ഉണ്ടെങ്കിൽ അത് പറയാമായിരുന്നല്ലോ. അപ്പോൾ ഇത് തന്നെ ഒരു സംശയത്തിൻ്റെ നിഴലിലാണ്. ഞാനത് നിയമപരമായി എന്താ നടപടി സ്വീകരിക്കും. അതിൻ്റെ ഉള്ളത് കൊണ്ട് എന്താണെന്നുള്ളതിന് ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ശ്രദ്ധയുമില്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഓഡിയോ ഇപ്പോൾ ഉള്ളതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ അത് ഞാൻ നിയമപരമായ നടപടി സ്വീകരിക്കും.
ഞാനതൊരു എ ആണോ എന്നുള്ളത് നോക്കട്ടെ, പരിശോധിക്കട്ടെ. ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് പറയാലോ. അസംബ്ലിയിൽ ഇതിനെക്കുറിച്ച് വിശദമായ ചർച്ച നടന്നിട്ടുണ്ടല്ലോ. അന്നെന്നാ മാത്യു കുഴൽനാടൻ എന്താ പറഞ്ഞില്ല? പിന്നെ മാത്യു കുഴൽനാടൻ ഇനിയിപ്പോൾ ഇത് അസംബ്ലിയിൽ പറയുകയാണല്ലോ വേണ്ടത്. അയാൾ രാഷ്ട്രീയക്കാരനാണ്. അയാൾ കൃത്യമായിട്ട് ഈ ഇലക്ഷൻ്റെ സമയം അയാൾ ഉപയോഗിച്ചു. മനസ്സിലായോ? കൃത്യമായിട്ട് അയാൾ ആ പ്രൂഫ് ഇലക്ഷൻ്റെ സമയത്ത് തന്നെ എടുത്ത് പുറത്തിട്ടു. കൃഷ്ണൻകുട്ടി ഈ മീഡിയനെ കണ്ട് ഇന്നത് സംസാരിക്കുന്ന സമയത്ത് സാധാരണ നമ്മുടെ ഒന്നും വോയിസ് അല്ല, നമ്മളിതൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എൻ്റെതല്ല, സിമ്പിളായിട്ട് പറയും. എൻ്റെതാണെന്നുണ്ടെങ്കിൽ തെളിയിക്കട്ടെ, ഇതാണ് പറയുക. ഇത് സംശയമുണ്ട്, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനങ്ങനെ പറയുന്ന ആളല്ല, ആണോ സംശയമുണ്ട്. എഗെയിൻ മീഡിയക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെയാണോ അല്ലേ, നിങ്ങൾക്ക് തികച്ച് പറഞ്ഞാൽ പോരെ. അതിനെങ്ങനെ, പ്രായാധിക്യം വളരെയധികം ഉണ്ടാവുമല്ലോ, 10-81 വയസ്സായില്ലോ. ചെന്നി തലക്കി പിടിച്ച് ആരോട് എന്ത് പറഞ്ഞതൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായില്ലോ? ഒരേ പാർട്ടിയിലുള്ള നേതാക്കന്മാരാണല്ലോ നിങ്ങൾ രണ്ടുപേരും. അപ്പോൾ മാത്യു ഇപ്പോൾ MLA ആയിട്ട് നിൽക്കുന്നുണ്ട്. നാളെ UDF ഭരണത്തിൽ കയറി മാത്യു മന്ത്രിയാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഞാൻ പറയുന്നില്ല. ഇത് സോഷ്യലിസ്റ്റ് ജനതാദളും ജനതാദൾ സെക്യുലറുമാണ് രണ്ടും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതുപോലൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഊഹിച്ചാൽ അറിയാവുന്ന ഐറ്റമാണ്. അതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ ഈഗോ തലക്കി പിടിക്കുന്ന സമയത്ത് കൃഷ്ണൻകുട്ടിക്ക് എന്തായി? മാത്യു ചെയ്ത കാര്യങ്ങൾ കൃഷ്ണൻകുട്ടി വിളിച്ചു പറഞ്ഞു. ഇനി കൃഷ്ണൻകുട്ടി ചെയ്ത കാര്യങ്ങൾ മാത്യുവിന് അറിയെങ്കിൽ മാത്യു കൂടി വിളിച്ചു പറ. ജനങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങളൊക്കെ എന്തൊക്കെ ചെയ്ത് കൂട്ടി എന്നുള്ളത്. എന്താണെങ്കിലും ഇതൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് ക്രിയേറ്റ് ചെയ്തൊരു വോയിസാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ മാത്യു കുഴൽനാടനെതിരെ കൃഷ്ണൻകുട്ടി എന്ത് ചെയ്യണം? കേസായിട്ട് പോകണം. തൻ്റെ വോയിസ് എന്നുള്ള രീതിയിൽ മീഡിയയിൽ തെറ്റായ രീതിയിലുള്ള ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്തു. കേസ് കൊടുക്കാമല്ലോ, ഈസി ആയിട്ട് കൊടുക്കാം. അപ്പോൾ അല്ലെങ്കിൽ ആ വഴി നോക്കണം. ഇനി അടുത്തത് നമുക്ക് അറിയാനുള്ളത് മാത്യുവിൻ്റെയാണ്. ഓക്കെ, മാത്യു ടി തോമസ് ആണ് 2018 പ്രളയം, അത് കഴിഞ്ഞ് ഈ തമിഴ്നാട് ഡീലും ഇതൊക്കെ ചെയ്തതെന്നുള്ളതാണ്. മാത്യു ടി തോമസിനോട് ഇന്ന് മീഡിയക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിനുള്ള ഉത്തരം. കൃത്യമായി പ്രളയത്തെ സംബന്ധിച്ച് പഠനം നടത്താൻ സെൻട്രൽ വാട്ടർ കമ്മീഷനും അതുപോലെ ചെന്നൈ IITയുടെ സാങ്കേതിക വിദഗ്ധരും പഠനം നടത്തി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പൂർണ്ണമായും അതിതീവ്രമായ മഴ കാരണമുണ്ടായ പ്രളയമാണെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 99 വെള്ളപ്പൊക്കം, അതായത് 1924 വെള്ളപ്പൊക്കം ഉണ്ടായ, ഡാമുകളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വെള്ളപ്പൊക്കം ഉണ്ടായ അതേ സ്ഥലത്താണ് വെള്ളപ്പൊക്കം ഉണ്ടായത് എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാൻ അന്ന് 1 മാസം വൈകി എന്നുള്ളതാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത്. സ്പിൽവേ തുറക്കാൻ 1 ദിവസവും വൈകിയില്ല. മുഴുവൻ സ്പിൽവേയുടെ എല്ലാ ഷട്ടറുകളും തുറന്നു വെച്ചിരിക്കുകയാണ്. എഞ്ചിനീയർ ആവശ്യപ്പെട്ടിട്ടും അന്ന് തുറക്കാൻ അനുമതി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഓഡിയോ സന്ദേശത്തിൽ. നിയമസഭയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിയമസഭയിൽ എന്റെ പ്രസംഗം കിടപ്പുണ്ട്. എല്ലാ ഷട്ടറുകളും തുറക്കാൻ കഴിയുന്ന എല്ലാ ഷട്ടർ, തുറക്കാൻ കഴിയാത്തത് നമ്മൾ ജനറേറ്റർ വെച്ച് ലിഫ്റ്റ് ചെയ്ത് തുറന്നു വെച്ചിട്ടുണ്ട്. മുഴുവൻ ഷട്ടറും തുറന്നു വെച്ചിരിക്കുകയാണ്. പക്ഷേ തോട്ടപ്പള്ളി സ്പിൽവേയിൽ വെള്ളം ഒഴുകി പോവില്ലായിരുന്നു. കാരണം അപ്പുറത്തെ വെള്ളത്തിന്റെ ലെവല് ഇവിടുത്തേക്കാണ് താണുന്ന നിലയിലെ വെള്ളം അങ്ങോട്ട് പോകുള്ളൂ. വെള്ളം അധികം പോകുന്നില്ലായിരുന്നു. അത് യാഥാർത്ഥ്യം. ഈ കരിമണൽ ഒഴുകി പോകാതിരിക്കാനാണ് അന്ന് ഈ തോട്ടപ്പള്ളി സ്പിൽവേയുടെ ഷട്ടറുകൾ തുറക്കാൻ വൈകിയതെന്നും അന്ന് മേരി മാത എന്ന കരാർ കമ്പനിയാണ് അത് കരാറെടുത്തത്, ആ കമ്പനിക്ക് വേണ്ടിയാണ് അത് വൈകിപ്പിച്ചത് എന്നുള്ളതുമാണ് ആരോപണത്തിൽ പറയുന്നത്. മേരി മാത എന്നും നമ്മുടെ ശത്രുപക്ഷത്ത് അവരെ ആവശ്യപ്പെട്ട ഒരു കാര്യവും ചെയ്തു കൊടുക്കാത്തതിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ വന്ന് എനിക്കെതിരെ പ്രചരണം നടത്തിയവരെ. ശരി, അപ്പോൾ ഇതാണ് മൂപ്പര റിപ്ലൈ. മൂപ്പര് പുണ്യാളനാണ്, ഞാനങ്ങനെ ചെയ്തിട്ടില്ല. മേരി മാത എന്ന് പറഞ്ഞ കമ്പനി എനിക്ക് ശത്രുപക്ഷത്താണ്. പക്ഷേ മൂപ്പര് ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞു കേട്ടോ, സ്പിൽവേയിൽ ഷട്ടർ ഉയർത്തി വെച്ചാലും വെള്ളം അപ്പുറത്തേക്ക് പോകണില്ല. അതൊരു അല്ലേ പ്രത്യേക തരം പോക്കില്ലായ്മയാണത്. പൊക്കിയാലും പോവില്ല എന്നാണ് പറയുന്നത്. അത്രയും മഴയും പെയ്ത് വെള്ളം ഡാമിൻ്റെയും അല്ലെങ്കിൽ റിസർവോയറിൻ്റെയും സ്പിൽവേയുടെ ഒക്കെ നെക്ക് ടു നെക്ക് നിൽക്കുന്ന സമയത്തും അപ്പുറത്ത് വെള്ളം കൂടുതൽ ഇപ്പുറത്ത് കുറവെന്നാണ് പറഞ്ഞത്. സ്പിൽവേയിൽ പോകാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കരിമണൽ കൊണ്ടുപോയിക്കോട്ടെ, മാക്സിമം 1 മാസം വൈകിച്ചിട്ടുണ്ട്, കൊണ്ടുപോയിക്കോളി പറഞ്ഞിട്ട് ചെയ്തു കൊടുത്തത്. ഇനി അല്ലെങ്കിൽ ഇയാളും കേസ് കൊടുക്കട്ടെ. മാത്യു കുഴൽനാടൻ പുറത്ത് വിട്ട വോയിസിനകത്ത് കൃഷ്ണൻകുട്ടിയുടെ വോയിസ് എന്ന് പറയുന്നത് അന്നത്തെ മന്ത്രിയായ തന്നെ കുറിച്ചാണല്ലോ. നിങ്ങളും കൊണ്ടുപോയി കേസ് കൊടുക്കുക. അല്ല, കേസൊന്നും കൊടുത്തിട്ട് ഇവിടെ ഒരു കാര്യമില്ല, അത് വേറെ സീന്. പക്ഷേ ജനങ്ങളെ ബോധിപ്പിക്കാനെങ്കിലും ഒന്ന് കൊടുക്ക്. പിന്നെ കുറച്ച് കാലം മുമ്പ് മുതലേ കേൾക്കുന്ന CMRLൻ്റെ കരിമണൽ കർത്ത മാസപ്പടി വീണാ വിജയന് മാത്രമൊന്നുമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം മറുനാടൻ മലയാളി കരിമണൽ കർത്തേൻ്റെ ഡയറി, 700 പേജുള്ളൊരു ഡയറീൻ്റെ കുറേയധികം പേജുകൾ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു.
ഞാൻ ആലോചിക്കുകയാണ്, ഒരു മീഡിയ പോലും അത് ഏറ്റുപിടിച്ചില്ല. മറുനാടൻ മാത്രമാണ് ആ ഡയറിയുടെ പകർപ്പ് പുറത്തിട്ടത്. ഇനിയിപ്പോൾ മറുനാടൻ പുറത്തിട്ടാലും ഏതെങ്കിലും ഒരു മീഡിയ അത് ഏറ്റെടുക്കണ്ടേ? അതെന്താ ഏറ്റെടുക്കാത്തത് നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? മീഡിയക്കാർക്ക് പൈസ കിട്ടി, പേപ്പറുകാർക്ക് പൈസ കിട്ടി. ഇനിയിപ്പോൾ ഈ കരിമണൽ കറുത്ത സ്ട്രോങ് ആയിട്ടിരിക്കുന്ന കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ചാനലുകൾക്ക് പൈസ കൊടുത്തിരുന്നു. വന്നോനും പോയോനും നിന്നോനും അടക്കം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മിനിസ്റ്റേഴ്സും ഓപ്പോസിറ്റ് പാർട്ടീസും എല്ലാവർക്കും ഫണ്ട്. മത നേതാക്കന്മാർക്ക്, ഇത് അമ്പൂതിരിക്ക് കൊടുത്തിട്ടുണ്ട്, ഏതോ പള്ളിയിലച്ഛന് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും ഫണ്ട്. മിണ്ടിയ ഫണ്ട് അതപ്പം ഡയറിയിൽ എഴുതി എടുക്കുക. ഇതായിരുന്നു കരിമണൽ കർത്തേൻ്റെ പരിപാടി. ആരും വാങ്ങാത്തതായിട്ടില്ല, എല്ലാവരും നല്ല രീതിയിൽ വാങ്ങി നക്കി വിട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ CMRLൻ്റെ കാര്യം പറയുമ്പോഴും കർത്തയുടെ കാര്യം പറയുമ്പോഴും ഒരു രീതിയിലും ഇവിടെ മീഡിയ സൈലൻ്റാണ്, എല്ലാ രാഷ്ട്രീയക്കാരും സൈലൻ്റാണ്. അതൊരു പ്രത്യേക തരം സൈലൻസാണ്. അപ്പോൾ നിങ്ങളൊന്ന് കൂട്ടി വായിക്കുക. 2018 സ്പിൽവേ തുറക്കാത്തതുകൊണ്ട് മേരി മാത എന്ന് പറഞ്ഞ കരിമണൽ ഖനനം നടത്തുന്ന ഒരു കമ്പനിക്ക് വേണ്ടി ഒരു മാസം സ്പിൽവേ ഹോൾഡ് ചെയ്തു. വെള്ളം അത്രയും മഴയും പെയ്ത് ഇത്രയും കപ്പാസിറ്റി ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ കരിമണൽ കർത്തയായിട്ട് ഇനിയിപ്പോൾ ഈ പറഞ്ഞ മേരി മാത ടീമിന് ബന്ധമുണ്ടോ എന്ന് അറിയാൻ പാടില്ല. പക്ഷേ ഇവരൊക്കെ ഫണ്ട് ചെയ്യുന്നത് എത്രയോ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. ഇതൊക്കെ ഫണ്ട് വരുന്ന പരിപാടിയാണ്. നമ്മളെ കണ്ണിൽ ഇതെന്താ സിസ്റ്റം ഫെയിലിയർ, അതിനപ്പുറത്തേക്കില്ല. ഈ സിസ്റ്റം ഫെയിലാക്കുന്നതാണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. ഷട്ടർ തുറക്കാൻ പറഞ്ഞിട്ടും വേണ്ട എന്ന് പറഞ്ഞ് ഷട്ടർ തുറക്കാതെ വെപ്പിച്ച് പിന്നെ ഷട്ടർ തുറന്ന് വലിയൊരു ഓൾറെഡി പ്രളയം അതിൻ്റെ കൂട്ടത്തിൽ ഇനിയും പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വിടുമ്പോൾ അതാ സിറ്റുവേഷൻ മുതലെടുത്തതാണ് എന്നുള്ളതാണ് അവിടുത്തെ സിസ്റ്റം ഫെയിലിയർ. അത് മുതലെടുത്ത ആളുകളെ കയ്യോടെ പിടിച്ച് പുറത്ത് കൊണ്ടുവരണ്ടേ? അപ്പോൾ എന്താണ് ഈ ഓഡിയോൻ്റെ ക്രെഡിബിലിറ്റിയും ബാക്കി പരിപാടികളൊക്കെ വരും ദിവസങ്ങളിൽ മാത്യു കുഴൽനാടൻ തന്നെ പുറത്തു വിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനിടയിൽ CMRLൻ്റെ ഡയറി, കരിമണൽ കർത്തേൻ്റെ ഡയറിയിൽ കുറേ ഡീറ്റെയിൽസ് ഉണ്ട്. അതധികം വീഡിയോ ഒന്നും കൊടുത്തു കണ്ടില്ല. എന്തായാലും ഈ വിഷയം സംസാരിക്കുമ്പോൾ ഇതെനിക്ക് റെലവൻ്റ് ആയിട്ട് തോന്നി. ഞാൻ ആ വീഡിയോ മറുനാടൻ്റെ ഒന്ന് പ്ലേ ചെയ്യാം. 2012-14 കാലഘട്ടത്തിൽ കരിമണൽ കർത്ത ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും അവരുടെ മക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മത നേതാക്കൾക്കും ഒക്കെ കൈക്കൂലി കൊടുത്തതിൻ്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഡയറി നിലവിലുണ്ട്. 350 കോടിയോളം രൂപ കരിമണൽ കർത്ത കൈക്കൂലി കൊടുത്തതിൻ്റെ മാസപ്പടിയുടെ വിശദാംശങ്ങൾ നമ്മൾ അറിയേണ്ടത്. ഈ മാസപ്പടി കൈപ്പറ്റാത്തതായി ആരുമില്ല. ഈ ഡയറിയിലെ കുറച്ച് പേജുകളാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ പേജുകൾ ഞാൻ വായിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. അത് ചിലതൊക്കെ സാങ്കേതികമാവും. കാരണം കർത്ത കണക്കിൽപ്പെടാതെ എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ കണക്ക് ബുക്കാണ്. 2-4-12, 3-4-12, 4-4-12, 5-4-12, 7-4-12 ഇത്രയും ദിവസത്തെ കണക്കാണ്. കോട്ടയം എക്സ്പെൻസ് എന്ന് എഴുതിയിട്ട് മിസ്റ്റർ പ്രകാശ് കെ എന്ന് എഴുതിയിരിക്കുന്നു. പ്രകാശ് കാരാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. മിസ്റ്റർ ബീരാവ് ഉണ്ണി, മിസ്റ്റർ കൃഷ്ണൻകുട്ടി എന്നാണ് 2-4-12 എഴുതിയിരിക്കുന്നത്. 10,000, 10,000, 3,000. പ്രകാശ് കാരാട്ട് കോട്ടയത്ത് എത്തിയപ്പോൾ കൊടുത്താൽ നമുക്കറിയില്ല. നമുക്ക് മിസ്റ്റർ പ്രകാശ് കെ എന്നേ ഉള്ളൂ. പ്രകാശ് കാരാട്ടാണെന്ന് സംശയിക്കേണ്ട സാഹചര്യം പിന്നീട് ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്. അടുത്ത ദിവസം അജിത് സാർ, DT, ടൈറ്റസ് എക്സെട്ര എന്ന് പറഞ്ഞ് ഒരു 3,60,000 കാണിക്കുന്നുണ്ട്. മിസ്റ്റർ നൊബീൽ എന്ന് പറഞ്ഞ് 50,000 കാണിക്കുന്നു. ഷാനവാസ് PCB എന്ന് പറഞ്ഞ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 4-4-12 പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഷാനവാസിന് 20,000 രൂപ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ കളത്തിൽ വിജയൻ 2,000 രൂപ. എക്സ്പെൻസ് സുരേന്ദ്രൻ കെ സുരേന്ദ്രന്റെ ചെലവായി 15,000 രൂപ. പെയ്ഡ് ത്രൂ സജീവൻ BC എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. PPT എന്ന് പറഞ്ഞ് 2 ലക്ഷം കൊടുത്തു. ഇതൊക്കെ കൃത്യതയില്ല. ബഷീർ അരാബത്ത് 20,000 രൂപ. മിസ്സിസ് സരള കോൺഗ്രസ് ആണ് 5,000 രൂപ. സലീം 1 ലക്ഷം രൂപ LDF ആണ്. കോൺഗ്രസ് മിസ്റ്റർ MO ജോൺ 1 ലക്ഷം. ഏറ്റവും കൂടുതൽ ഇവിടെ പേര് കണ്ട ഒരാൾ മിസ്റ്റർ MO ജോൺ ആണ്. MO ജോണിനെ എല്ലാ മാസവും കൊടുക്കുന്നുണ്ടായിരുന്നു 1 ലക്ഷം രൂപ. VP ജോർജ് കോൺഗ്രസിലെ തന്നെ ഒരു VP ജോർജിന് 50,000 രൂപ. ബാബു ജോസഫ് BJP 50,000 രൂപ. മറ്റൊരു മാസത്തെ കണക്ക് ഇങ്ങനെ കുറിച്ച് വച്ചിരിക്കുന്നു. UDF 15,27,500 രൂപ. LDF 14,90,000 രൂപ. BJP 1,21,500 രൂപ. IUML 20,000 രൂപ. SDPI 20,000 രൂപ. PDP 15,000 രൂപ. പിന്നെ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല, ഒരു ഹിറ്റ്ലറോ എന്തോ ഒരു സാധനമുണ്ട്. എന്തായാലും അത് 2,90,000 രൂപ. പന്നിന്റെ ഇനി അഥവാ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന് അറിയില്ല. പന്നിന്റെ വിധിന് 10 ലക്ഷം രൂപ. വീണ്ടും വായിക്കാത്ത ഒരു AJ സംഭവം 5 ലക്ഷം രൂപ. PV 50 ലക്ഷം രൂപ. പിണറായി വിജയൻ തന്നെയാണ് 50 ലക്ഷം രൂപ കൈപ്പറ്റിയ PV. 2012 മറ്റൊരു ലിസ്റ്റാണിത്. വ്യക്തമായി വായിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അകത്തും പല പേരുകളുണ്ട്. ആ പേജും പലതും നമുക്ക് അറിയത്തില്ല. അതിനകത്തും കുഞ്ഞാലിക്കുട്ടിയുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് 50 ലക്ഷം
ആദ്യം കൊടുത്തിരിക്കുന്നു. വെള്ളാപ്പള്ളിക്ക് 5 ലക്ഷം കൊടുത്തിരിക്കുന്നു. PH കുര്യന് 10 ലക്ഷം. OC എന്ന പേരുകൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞിട്ടില്ല, ഉമ്മൻചാണ്ടിയാണെന്ന് കരുതപ്പെടുന്നു. 50 ലക്ഷം കൊടുത്തിട്ടുണ്ട്. കേട്ടല്ലോ, കേരളത്തിലെ ഓൾമോസ്റ്റ് പവർ പൊസിഷനിലിരിക്കുന്ന എല്ലാവരും, പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിലും ഭരണപക്ഷമാണെന്നുണ്ടെങ്കിലും ചിത്രത്തിലില്ലാത്ത BJP ആണെന്നുണ്ടെങ്കിലും ഇനി ബാക്കി SDP ഏത് പാർട്ടി, മുസ്ലിം ലീഗോ ഇനി മതനേതാക്കന്മാരോ എല്ലാവരും, പോലീസും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എല്ലാവരും കാശ് മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടുമുണ്ട്. ഇയാൾ ഒക്കെ എഴുതിയും വെച്ചിട്ടുണ്ട്. ചിലത് ഷോർട്ട് ഫോമിലാണ്, ചിലത് പേരോടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മീഡിയയ്ക്ക്, പേപ്പറിന് എല്ലാവർക്കും കൊടുക്കുക. ഇത്രയും ഫണ്ട് ഉണ്ട് ഇവർക്കൊക്കെ, മനസ്സിലായോ? ഇത്രയും ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്ക്, 2018 സ്പിൽവേൻ്റെ ഈ പറഞ്ഞ ഷട്ടറുകൾ തുറന്നില്ല എന്നുള്ള ഒരു ആരോപണം പറയുമ്പോൾ, അതിൽ കാശ് വാങ്ങി മന്ത്രി എന്ന് പറയുമ്പോൾ കാശ് കിട്ടാത്തതായിട്ടുള്ള സിറ്റുവേഷനൊന്നുമില്ല, കാശ് കിട്ടും. മനസ്സിലായി? ഇതിനൊക്കെയുള്ള പേയ്മെൻറ്റ്സ് ഭയങ്കര കൂടുതലാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ 2018 പ്രളയം സിസ്റ്റം ഫെയിലിയർ കൊണ്ട് സംഭവിച്ചു, ഡാം മാനേജ്മെൻറ്റ് ഫെയിലിയർ കൊണ്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ, ഡാം മാനേജ്മെൻറ്റ് ഫെയിലിയർ ഓർഗാനിക്കായിട്ട് നടന്നതാണോ അതോ ഇവരെല്ലാവരും കൂടി ചെയ്തു വെച്ചതാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മീഡിയയ്ക്ക് ചർച്ച ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മീഡിയ ചർച്ച ചെയ്യും. ഓക്കെ, അല്ല മാത്യു കുഴൽനാടൻ പറഞ്ഞുകൊടുത്ത് തീർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തീർന്നു പോകും. ഇതൊന്നും ആരും ബാധിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകും. കേട്ടല്ലോ, കേരളത്തിലെ ഓൾമോസ്റ്റ് പവർ പൊസിഷനിലിരിക്കുന്ന എല്ലാവരും, പ്രതിപക്ഷമാണെന്നുണ്ടെങ്കിലും ഭരണപക്ഷമാണെന്നുണ്ടെങ്കിലും ചിത്രത്തിലില്ലാത്ത BJP ആണെന്നുണ്ടെങ്കിലും ഇനി ബാക്കി SDP ഏത് പാർട്ടി, മുസ്ലിം ലീഗോ ഇനി മതനേതാക്കന്മാരോ എല്ലാവരും, പോലീസും പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും എല്ലാവരും കാശ് മേടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടുമുണ്ട്. ഇയാൾ ഒക്കെ എഴുതിയും വെച്ചിട്ടുണ്ട്. ചിലത് ഷോർട്ട് ഫോമിലാണ്, ചിലത് പേരോടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മീഡിയയ്ക്ക്, പേപ്പറിന് എല്ലാവർക്കും കൊടുക്കുക. ഇത്രയും ഫണ്ട് ഉണ്ട് ഇവർക്കൊക്കെ, മനസ്സിലായോ? ഇത്രയും ഫണ്ട് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്ക്, 2018 സ്പിൽവേൻ്റെ ഈ പറഞ്ഞ ഷട്ടറുകൾ തുറന്നില്ല എന്നുള്ള ഒരു ആരോപണം പറയുമ്പോൾ, അതിൽ കാശ് വാങ്ങി മന്ത്രി എന്ന് പറയുമ്പോൾ കാശ് കിട്ടാത്തതായിട്ടുള്ള സിറ്റുവേഷനൊന്നുമില്ല, കാശ് കിട്ടും. മനസ്സിലായി? ഇതിനൊക്കെയുള്ള പേയ്മെൻറ്റ്സ് ഭയങ്കര കൂടുതലാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ 2018 പ്രളയം സിസ്റ്റം ഫെയിലിയർ കൊണ്ട് സംഭവിച്ചു, ഡാം മാനേജ്മെൻറ്റ് ഫെയിലിയർ കൊണ്ട് സംഭവിച്ചു എന്ന് പറയുമ്പോൾ, ഡാം മാനേജ്മെൻറ്റ് ഫെയിലിയർ ഓർഗാനിക്കായിട്ട് നടന്നതാണോ അതോ ഇവരെല്ലാവരും കൂടി ചെയ്തു വെച്ചതാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ മീഡിയയ്ക്ക് ചർച്ച ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ മീഡിയ ചർച്ച ചെയ്യും. ഓക്കെ, അല്ല മാത്യു കുഴൽനാടൻ പറഞ്ഞുകൊടുത്ത് തീർന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തീർന്നു പോകും. ഇതൊന്നും ആരും ബാധിക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ച് നമുക്ക് മുന്നോട്ട് പോകും.